അമ്മ ഫോൺ നോക്കിയിരിക്കേന്ന്. ആ അതെ 4 മണിയായി. ചായക്ക് നോക്കുവാ. ഞാനിപ്പോ ആക്കി തരണ്ട്. എന്നാ നോക്കപ്പോ. എന്താ ഞാനിന്ന് കോറത്ത് സാധനം വാങ്ങാൻ പോയിട്ടായിരുന്നു രാവിലെ. അപ്പൊ എന്തെങ്കിലും വേണമെങ്കിൽ പറയായിരുന്നുണ്ട്. അതൊന്നും വേണ്ട, അമ്മ ഇടുള്ള വെച്ച് എന്തെങ്കിലും ആക്കി തറ. ഇപ്പൊ അതിന്റെ ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അരിപ്പൊടിയും വെള്ളമെല്ലാം ഉണ്ട്. അതിനോടൊന്നും ആക്കി തന്ന എന്നാ അത് മതി, എന്തെങ്കിലും മതി. കൊഴക്കട്ടെ ആക്കട്ടെ, നല്ല ഇഷ്ടാവുക. എന്നാ കൊഴക്കട്ടെ മതി. കൊഴക്കട്ടെ ആക്കാൻ നോക്കിയാലോ? എന്നാ പിന്നെ അതങ്ങ് ഇപ്പൊ ചായ കുടിക്കാനവിടെ 4 മണിയായി. വേഗം നോക്കാമല്ലോ നല്ലത്. അത്ര കുറച്ചല്ലേ ഉണ്ട് നമുക്ക്. വേഗം ഇതിന് വെള്ളം ഉരുക്കണേനി. വെള്ളം ഉരുക്കി കഴിഞ്ഞാലാണ് കുഴക്കട്ടൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക. ഇല്ലെങ്കിൽ ആ വെള്ളം പച്ച വെള്ളം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പച്ച ചൊവയുണ്ടാവും. കുറച്ച് വെള്ളം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഉരുകുന്ന സമയത്ത് നമുക്ക് വേഗം അരിപ്പൊടി കുഴച്ച് വെക്കാം. ഇപ്പോൾ ചായ കുടിക്കാനാകുമ്പം എല്ലാവർക്കും തിരക്കാവും. അപ്പോഴത്തേക്ക് നമ്മൾ കുഴക്കട്ട റെഡി ആയില്ലെങ്കിൽ മോളോടൊന്ന് കുഴപ്പാക്കും. നൈസായ അരിപ്പൊടിയാണ് കുഴക്കട്ട വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പാത്രത്തിലേക്ക് ഇട്ടാൽ കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ കുഴക്കട്ടൊക്കെ കുഴക്കാം. ഞാൻ ചൂടുവെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നൂൽപ്പിട്ട് പത്തിരിപ്പൊടി അങ്ങനത്തെ പൊടി പോലത്തെ. ഇതിനോട് നൂൽപ്പെട്ട് ഉണ്ടാക്കാം, പത്തിരി അതുപോലെ തന്നെ ഉണ്ടാക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇതൊക്കെ നമുക്ക് കുഴക്കുമ്പോൾ ചേർക്കാം. മതിയോ? ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ചൂടാക്കിയതാണ്. ചെറിയൊരു ചൂടായാലും അധികം ചൂടൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ കുഴക്കട്ടൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ട് ചൂടുവെള്ളം എടുക്കുന്നു. ചിലർക്കൊന്നും ഈ വൈകുന്നേരത്തെ 4 മണിന്റെ ഇതൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ചായ ഒന്നും കുടിക്കാത്തവരെല്ലാം ഉണ്ടാവും. ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ ചിലരോടെല്ലാം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ ചായ വെക്കില്ല, രാവിലത്തെ ചായ കഴിഞ്ഞാൽ വൈകുന്നേരം ചായ ഇല്ല എന്നാണ് പറയുന്നവർ ഇഷ്ടംപോലെ ഉണ്ട്. വൈകുന്നേരത്തെ ചായയും പലഹാരം ഇല്ലാത്തവരുണ്ട്. പക്ഷെ നമ്മളടുത്ത് പണ്ടേ ശീലമല്ല രാവിലെ വൈകുന്നേരം ചായക്ക് പലഹാരം ഉണ്ടാക്കും. സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിലെ നിങ്ങൾക്ക് നിർബന്ധമൊന്നുമല്ല, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ശീലം. വൈകുന്നേരം എനക്കും കൂട്ടുന്ന വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നെല്ലാം. അതെ, നിങ്ങൾക്ക് രണ്ടാക്കും വൈകുന്നേരം വിട്ട് എന്നാൽ വൈകുന്നേരം ഉണ്ടാക്കി പലഹാരം ഉണ്ടാക്കി എന്നല്ല നിങ്ങൾ വന്ന് വേഗം വന്ന് നോക്കലേ. നമുക്ക് ചോറൊന്നും വേണ്ട. ചോറുണ്ടാകുന്ന കുറവും പലഹാരങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. പുറത്തുനിന്ന് നല്ല പഴംപൊരി അങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങൾ അതെല്ലാം നോക്കാൻ ഓടി വരല്ലേ വൈകുന്നേരം. ആ ശീലം നമ്മൾക്ക് മാറിയിട്ടേ ഇല്ല ഇപ്പൊ. വൈകുന്നേരം നിർബന്ധമായി. അതേപോലെ നമ്മക്കിപ്പോ വൈകുന്നേരം 4 മണിക്കൊന്നുമല്ല, കുറച്ച് വൈകിട്ടാലും ചെയ്യും. ചിലടത്ത് 3:30-4 മണി ചായ അടുപ്പത്തായി. പക്ഷെ നമുക്ക് 4 മണിന്നല്ല, ലേശം വൈകും. ലേശല്ല, കുറച്ചധികം തന്നെ വൈകും. അതെന്ന് വെച്ചാല് നമ്മള് കാലിച്ചായല്ലോ, അപ്പൊ അതും ഇതെല്ലാം ഉണ്ടാക്കുമ്പോ കുറച്ച് വൈകും. അങ്ങനെ അതെ, വൈകുന്നേരം ചായ കുടിച്ചുമ്പോഴേക്ക് നമുക്ക് വയറ് നിറഞ്ഞു. രാത്രി ഇത്തിരി ലേറ്റ് ആവുന്നതുകൊണ്ട് എൻ്റെ ഒപ്പം പഠിച്ചവരെല്ലാം ചില സമയം സ്കൂളും വിട്ട് വന്നിട്ട് വൈകുന്നേരം ചോറുണ്ണും. നമുക്കൊന്നും അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. വേണ്ടല്ലോ. അതെ, വൈകുന്നേരം ചായന്റെ കടി അല്ല പലഹാരം ചോദിച്ചിട്ടില്ലേ, ഇതെല്ലാം അറിയണ്ടേ. ഇത് കൊറേ കുഴച്ചെടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കുഴച്ച് ചപ്പാത്തി മാവ് പോലെ നല്ല അധികം ടൈറ്റ് ആവാറ് അതുപോലെ കുഴച്ചെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോ ഇത് ഇതാവോ? വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് അരിപ്പൊടി എടുത്തില്ലെങ്കിലും അത് വെള്ളം ഒഴിക്കുമ്പോൾ കുതിർന്ന് കുറച്ച് നല്ല വറുക്കത്തായി വരും. വറുത്ത അരിപ്പൊടിയാന്നുള്ളത്. തേങ്ങ ചേർക്കാം. എന്നാൽ ഇനി വേണ്ടുന്ന സമയം വൈകില്ലേ.
വെള്ളം ഒരിക്കും. വെള്ളം പാവാക്കിയത് ചെറിയ തേവലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ചു വെച്ചതല്ലേ ഇത്? അരിച്ചു വെച്ചതാണ്. അരിച്ചു കഴിഞ്ഞാൽ കല്ലെല്ലാം ഉണ്ടെങ്കിൽ പോവല്ലോ. നമുക്ക് ഉരുക്കാണ്ട് നമുക്കിത് ഉരുക്കാണ്ടില്ലേ, പിന്നെ ഈ വെള്ളം ചുരണ്ടി ഇട്ടിട്ട് ആക്കാൻ പറ്റുമോ? തട്ടിക്കൂട്ട് ആക്കാൻ പറ്റും. വെല്ലിട്ട് അങ്ങനെ ചിറകിട്ടിട്ട് ആക്കുന്നവരുണ്ട്, പെട്ടെന്ന് ആയിക്കിട്ടും. പക്ഷെങ്കിൽ എനിക്കത് അത്ര ഇഷ്ടമല്ല. ആ വെള്ളത്തിൻ്റെ ഒരു ചുവ വരും, ആ വെള്ളത്തിൻ്റെ പച്ചച്ചുവ. ഇതാ വെള്ളം പാവാക്കിയ ഒരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഞാനിങ്ങനെയാക്കും. ഞാൻ ഉപ്പും അങ്ങനെ വെള്ളം ചേർത്തിട്ട് ആക്കില്ല. ഈ വെള്ളം ഈ തേങ്ങയിൽ മിക്സ് ആക്കി വെക്കുക കൊണ്ടല്ലേ? ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ഇതിലേക്ക് നിറക്കുക. നിറച്ചതിന് ശേഷം ആവിക്ക് വെക്കുക. ഇലയുടെ നമ്മൾ പരത്തും, ഇത് നമ്മൾ ഇലയിൽ പരത്തിയിട്ട് നിറക്കി മടക്കി വെക്കും. ഇതാകുമ്പോൾ ഇല വേണ്ട, അങ്ങനെ കയ്യിൽ വെച്ച് പരത്തിയിട്ട് ഉരുട്ടി വെക്കുക. ഇനി ഇതിന് അഥവാ നമുക്ക് വെല്ലം ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര ഇടാം. പഞ്ചസാര ഇട്ടിട്ടാക്കാം. ചിലർക്ക് പഞ്ചസാര ഇട്ടതായിരിക്കും ഇഷ്ടം. നല്ല വെള്ളം എനിക്കും വെള്ളത്തിൻ്റെതാ ഇഷ്ടം. അത് ഓരോരാൾക്ക് വെള്ളത്തിൻ്റെത് ഇഷ്ടമുണ്ടാവും, അല്ലെങ്കിൽ പഞ്ചസാരൻ്റെതായിരിക്കും ചിലർക്ക്. അതെല്ലാം ഓരോരോ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ആക്കും. ശോഭയിലുമേ ആക്കുന്നുണ്ട് ഇതേപോലെ. വെല്ലുമ ശർക്കര ഇട്ടിട്ട് തന്നെ ആക്കല്. ശർക്കര തേങ്ങ ഇട്ടിട്ട് ഇലയുടെ ആക്കുമ്പോൾ വെള്ളം ഇട്ട അതൊക്കെ ഇഷ്ടമാണ്. പട്ടാമ്പി വല്യമ്മ വിളിച്ചിട്ടേ ആ വെല്ലുമ നേരത്തെ ഉച്ചക്കാന്ന് തോന്നുന്നു വിളിച്ചത്. വെല്ലുമ വിളിച്ചിട്ടായിരുന്നു. മഴയെല്ലാം നല്ലോണം കുറവാണ്. അങ്ങോട്ട് മഴ അല്ലെ? അങ്ങോട്ട് മഴ കുറവ് തന്നെയാണ് ഇപ്രാവശ്യം. നമുക്ക് ഇങ്ങോട്ടാണ് ഭയങ്കര നല്ല മഴ. ഇപ്പം മറ്റേ കൊല്ലത്തിൽ നമുക്ക് കുറച്ച് കുറവും, വെല്ലുമ്മേൻ്റെ അങ്ങോട്ടെല്ലാം കൂടുതലും. പക്ഷെ ഇപ്രാവശ്യം നേരെ തിരിച്ചായി. ഇന്നലെ നമുക്ക് നല്ല മഴയാണ്ട് വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല. ഇന്നലെ ഇവിടെ പകൽ മുഴുവൻ മഴയല്ലേ. ഇന്നപ്പോൾ നല്ല കാലാവസ്ഥയായത്. അങ്ങനെ അതല്ല വെല്ലുമ്പോൾ ഒരു കഴിഞ്ഞമ്മേ. കഴിഞ്ഞു. ഇത് നല്ല ചോന്ന വെല്ലാന്നല്ലേ? ഒന്നുമല്ല. നമ്മൾ കുഴക്കട്ടെല്ലാം റെഡിയായി. എല്ലാവരും ചായ കുടിക്കേണ്ട റെഡി ആയിട്ടേക്കുന്നത്. നമ്മൾ കുഴക്കട്ട നമുക്ക് പൊട്ടിച്ച് നോക്കാം. കഴിച്ച് നോക്കാം, ടേസ്റ്റ് ഉണ്ടോ? നല്ല രസമുണ്ടമ്മ. നല്ല മധുരമുണ്ട്, നല്ല ചുവന്ന വെള്ളമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കളറല്ലേ? നല്ല വെള്ളം, ചുവന്ന വെള്ളം. നമ്മളെ കാരപ്പെല്ലാം ഇടാൻ പറ്റിയ വെള്ളം ഇത്. നല്ല ചുവന്ന, നല്ല ടേസ്റ്റ് ആയിട്ടേ. നല്ല രസമുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്യണം ഈ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.